ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ബി ദിലീപ് കുമാർ, നേരത്തെ അസ്ഥിരതകൾ എന്നും നിലനിന്നിരുന്ന ഒരു ഇടമാണ് ജമ്മു കശ്മീർ. പതിയെ പതിയെ സമാധാനത്തിലേക്ക് നീങ്ങിയ നാട്. അവിടുത്തെ ജനങ്ങൾ ടൂറിസം അനുബന്ധമായ മേഖലകളിൽ നിന്ന് വരുമാനമുണ്ടാക്കി കൃഷി അടക്കമുള്ള മേഖലയിലേക്ക് തിരിഞ്ഞു. ഈ എലമെന്റ്, അതായത് ഈ ടെററിസ്റ്റ് എലമെന്റ്സ് ഫ്രിഞ്ചിനോടുള്ള അവരുടെ ഐക്യദാർഢ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവരിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് വളരെ നോർമലായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് അത്യപൂർവമായ രീതിയിൽ ഒരു വല്ലാത്ത ഭീകരാക്രമണം ആ നാടിനെ നടുക്കിക്കൊണ്ട് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും കശ്മീർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആഗോളതലത്തിൽ പാകിസ്ഥാന് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സമാധാനപൂർവ്വം അവിടുത്തെ മനുഷ്യർ ജീവിച്ചു പോവുകയായിരുന്നു. ഈ ഒരു ക്ലെയിമിന് വേണ്ടി പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടാക്കുക എന്നത് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുതന്നെയായിരിക്കില്ല അവർ ഈ ഭീകരാക്രമണം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും മിലിറ്റൻസിനെ, അതായത് അവിടുത്തെ സിവിലിയൻസിനെ ഉന്നം വെക്കുമ്പോൾ, അവിടുത്തെ സാധാരണക്കാരെ മനുഷ്യരെ ഉന്നം വെക്കുമ്പോൾ കൃത്യമായി ആ പാകിസ്ഥാനും അല്ലെങ്കിൽ ഭീകര സംഘടനയെ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന, പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ സ്ഥലത്ത് സംഘർഷാവസ്ഥയാണ്, ഭീകരാക്രമണം നടക്കാൻ സാധ്യതകളുണ്ട്, അവിടെ സമാധാനമില്ല എന്നൊരു പ്രതീതി ജനിപ്പിക്കുക. അത് തന്നെയായിരിക്കില്ലേ പാകിസ്ഥാനും ഈ ഭീകരാക്രമണം കൊണ്ട് ഉദ്ദേശിച്ചത്? സുഹൈൽ, പാകിസ്ഥാനെ സംബന്ധിച്ച് ജമ്മു കശ്മീരിൽ സമാധാനത്തിലേക്ക് എത്തുക, ആ സംസ്ഥാനം വികസനത്തിലേക്ക് വരിക എന്നത് അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. പക്ഷേ സമീപകാലത്തായി ജമ്മു കശ്മീർ വികസനത്തിൻ്റെയും വിനോദസഞ്ചാരത്തിൻ്റെയും ഒക്കെ വഴിയിലേക്ക് വരികയും ജനജീവിതം അവിടെ സമാധാനപരമായി ശാന്തമായി നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിനിടെയാണ് ഇപ്പോൾ ഈ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് കശ്മീരുമായി ബന്ധപ്പെട്ട് കശ്മീരിൽ അസ്ഥിരതയുണ്ടാക്കുക എന്നതാണ്, അതുവഴി രാജ്യത്തിനും അസ്ഥിരതയുണ്ടാക്കുക എന്നതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ നേരത്തെ മുതൽ തന്നെ അത്തരം നീക്കങ്ങളാണ് നടത്തിയിരുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘടനകൾ പലപ്പോഴും ഈ രാജ്യത്ത് കടന്നു കയറി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണമടക്കം, പുൽവാമ ഭീകരാക്രമണം, അങ്ങനെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചതുമാണ്. പക്ഷേ സമീപകാലത്തായി ജമ്മു കശ്മീരിൽ സമാധാനം എന്ന നിലയിലേക്ക് അവിടെയുള്ള ജനങ്ങൾ അവരുടെ ഉപജീവന മാർഗമായി വികസന പദ്ധതികൾ, പ്രത്യേകിച്ച് ഈ വിനോദസഞ്ചാരം കൂടാതെ കൃഷി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ജനജീവിതം മാറി വിനോദസഞ്ചാരത്തെ ആശ്രയിച്ച് വലിയ തോതിലുള്ള ജനങ്ങൾ വിവിധ തരത്തിലുള്ള വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി തൊഴിലുകളെടുത്ത് ജീവിച്ചു വരുന്ന ജനങ്ങൾ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ ജമ്മു കശ്മീരിലെ സ്ഥിതി സമാധാനപരമല്ല എന്ന് പുറം ലോകത്തെ അറിയിക്കുക എന്നതാകണം. മറ്റൊന്ന്, കശ്മീർ വിഷയം വീണ്ടും രാജ്യാന്തര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതായിരിക്കണം. പക്ഷേ ഏതായാലും പാകിസ്ഥാനും ഇതിൻ്റെ ആസൂത്രകർക്കും ആ ലക്ഷ്യം അവർക്ക് പിഴയ്ക്കുന്ന തരത്തിലുള്ള മറുപടി കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോഴും തുടരുന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി വിളിച്ചു ചേർത്ത യോഗം. സൈനിക മേധാവികളുടെയും അതോടൊപ്പം തന്നെ ചീഫ് ഓഫ് കമ്പൈൻഡ് സ്റ്റാഫിൻ്റെയും സംയുക്ത സേനാ മേധാവിയും പങ്കെടുക്കുന്ന യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. 1, പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുക. 2, സൈനിക നീക്കത്തിലൂടെ തിരിച്ചടി നൽകുക. 3, പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കുക. ഈ കാര്യത്തിലെല്ലാം അന്തിമ തീരുമാനമെടുക്കേണ്ടത് വൈകിട്ട് 6 മണിക്ക് ചേരുന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതിയാണ്. അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ നടക്കുന്ന ഈ സൈനിക മേധാവികളുടെ യോഗം ചർച്ച ചെയ്യുന്നത്. പാകിസ്ഥാനുമായുള്ള ഈ സഹകരണം നയതന്ത്ര സഹകരണം അവസാനിപ്പിക്കുക എന്നതിലൂടെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, 1, ഈ സിന്ധു നദീജല കരാർ, അതിൽ നിന്ന് ഇന്ത്യ പിന്മാറുക. മറ്റൊന്ന്, ഇസ്ലാമാബാദിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം അടച്ചുപൂട്ടുക തുടങ്ങിയ കാര്യങ്ങളാണ്. അങ്ങനെ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിക്കുക. പാകിസ്ഥാൻ നേരത്തെ മുതൽ തന്നെ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾക്ക് സഹായം നൽകുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ആ നടപടിയിൽ നിന്ന് പിന്മാറണം, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണം എന്ന് നേരത്തെ മുതൽ തന്നെ ഇന്ത്യ രാജ്യാന്തര തലത്തിൽ തന്നെ ശക്തമായി ആവശ്യപ്പെട്ടു വന്നിരുന്നതാണ്. ഇപ്പോൾ ഈ ആവശ്യം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഭീകരവാദത്തെ വേരോടെ അറുത്തുമാറ്റണം എന്ന സന്ദേശം ലോകരാഷ്ട്ര തലവന്മാരെല്ലാം ഇന്ത്യക്ക് നൽകിക്കഴിഞ്ഞു. ദുഃഖത്തിൻ്റെ ഈ മണിക്കൂറുകളിൽ, ഈ നിമിഷങ്ങളിൽ ഇന്ത്യക്കൊപ്പമാണ് തങ്ങൾ എന്ന് ലോകരാഷ്ട്ര തലവന്മാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പിന്തുണ അത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിന് കൂടുതൽ സഹായകമാകും എന്ന വിലയിരുത്തൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലെ അദ്ദേഹത്തിൻ്റെ 2 ദിവസത്തെ സന്ദർശനം വെട്ടിച്ചുരുക്കി ഒറ്റ ദിവസത്തെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം തിരികെ ഡൽഹിയിലെത്തിയിരുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ തന്നെ ഉന്നതതല യോഗം കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ്
ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ പങ്കെടുത്ത യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. ഇനിയിപ്പോൾ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ യോഗം വൈകിട്ട് 6 മണിക്ക് നടക്കാനിരിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ തീരുമാനമായിരിക്കും ഏതായാലും നിർണായകമാവുക. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ കയ്യയച്ചു സഹായിച്ചിരുന്ന ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പേര് മാറ്റിയാണ് ഇപ്പോൾ പുതിയ ഒരു സംഘടനയായി, ഒരു ഭീകരവാദ സംഘടനയായി ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാന് ഈ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന കാര്യം നിസ്സംശയം തന്നെ വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. സുഹൈൽ, കശ്മീരിൽ പ്രശ്നമുണ്ടാക്കുക, അതുവഴി രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുക എന്ന ഗൂഢ ലക്ഷ്യത്തിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ അടിമുടി വിറയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. സൈനികമായ തിരിച്ചടി, അതിനപ്പുറത്തേക്ക് നയപരമായ തിരിച്ചടി, ഡിപ്ലോമാറ്റിക് ലെവലിലെ തിരിച്ചടി, അങ്ങനെ എല്ലാ രീതിയിലും പാകിസ്ഥാനെതിരെ തിരിച്ചടി ഒട്ടും വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. നടത്തിയ അതിക്രൂര ഭീകരാക്രമണത്തിൽ ലോകരാജ്യങ്ങൾ ഒന്നടക്കം അപലപിക്കുന്നു, പാകിസ്ഥാനെ തള്ളിക്കളയുന്നു. പാകിസ്ഥാന്റെ ഭീകരമുഖം ഇതിനു മുമ്പും ഇന്ത്യ പല വേളകളിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അതിന് കൂടുതൽ ഊന്നൽ നൽകുന്ന, തെളിവ് നൽകുന്ന സംഭവങ്ങളാണ് പഹൽഗാമിൽ ഉണ്ടായിരിക്കുന്നതെന്ന് സംശയം പറയേണ്ടി വരും.